ഇനി നമുക്ക് ബാക്കി മധ്യ കേരളത്തിലെ 40-ഉം തെക്കൻ കേരളത്തിലെ 40-ഉം എടുത്താൽ തെക്കൻ കേരളത്തിൽ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് 1 സീറ്റാണ് നിലവിലുള്ളത്, കൊല്ലത്ത് 2 സീറ്റാണുള്ളത്, പത്തനംതിട്ടയിൽ ഒറ്റ സീറ്റില്ല, ഇടുക്കിയിൽ സീറ്റില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ഹരിപ്പാട് മാത്രമേ ഉള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ 40 തെക്കൻ കേരളത്തിലൊരു വളർച്ച UDF പ്രതീക്ഷിക്കാൻ പറ്റും? തിരുവനന്തപുരം കൊല്ലവും നായർ വോട്ടുകളുടെ ബെൽറ്റുകളാണ്. അവിടെ ഒരു തിരിച്ചുവരവ്, ആ നായർ വോട്ടുകളുടെ തിരിച്ചുവരവ് UDF പ്രതീക്ഷിക്കാം. നായർ വോട്ടുകൾ എണ്ണത്തിൽ നായർ വോട്ടുകളേക്കാൾ കൂടുതൽ തിരുവനന്തപുരത്ത് ഈഴവ വോട്ടുകളുണ്ട്. കൊല്ലത്താണെങ്കിൽ വർക്കിംഗ് ക്ലാസിൻ്റെ വോട്ടാണ് അത് മുഴുവൻ. കശുവണ്ടി തൊഴിലാളികളും കയർ തൊഴിലാളികളും ചേർന്നിട്ടുള്ള ഒരു അടിസ്ഥാന വർഗത്തിൻ്റെ ഒരു നെറ്റ്വർക്കിലാണ് ഇടതുപക്ഷം അവിടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൽ പൊളിറ്റിക്കലി ഈ പറയുന്ന കാര്യങ്ങളിൽ വർക്ക് ചെയ്യുമെന്ന് നോക്കേണ്ടതുണ്ട്. ഈ വർഗ ക്ലാസ് സാധനവും പിന്നെ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ഉള്ള ഒരു CPM ഉണ്ടായിരുന്ന പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള CPIക്ക് അടക്കം ചടയമംഗലം പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ അതിനപ്പുറത്തേക്ക് രഞ്ജിത്ത് പറഞ്ഞ സമുദായത്തിൻ്റെ ഇക്വേഷൻ വർക്ക് ചെയ്യുമെന്നാണ് ഇതിൽ വേറൊരു വിഷയം. നായർ കമ്മ്യൂണിറ്റി വന്നാൽ ഓഫ്സെറ്റ് ചെയ്യാം ഇഴവ വോട്ടുകൾ ഇപ്പോഴും LDFൻ്റെ തന്നെയാണ് അവിടെ. അതിൻ്റെ കാരണം ഞാൻ വളരെ വ്യക്തമായി പറയാൻ കാരണം ജില്ലാ പഞ്ചായത്താണ് ഇതിൻ്റെ ഒരു മെട്രിക്ക്. അടിസ്ഥാനപരമായി ബ്ലോക്കും മുനിസിപ്പാലിറ്റി ഒന്നുമല്ല, അടിസ്ഥാനപരമായി ഈ വോട്ട് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഏറ്റവും വലിയ ഇൻഡിക്കേറ്ററാണ് ജില്ലാ പഞ്ചായത്ത്. ഇത്രയും ഡിഫറൻസ് അവിടെ കാണിച്ചിട്ടും കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലെ ജില്ലാ പഞ്ചായത്ത് ഇപ്പോഴും LDFൻ്റെ കയ്യിലാണ്. അത് വലിയ തോതിൽ ഈ പറയുന്ന നിയമസഭയുടെ വോട്ടിങ്ങിനെ വോട്ടിൻ്റെ ക്യാരക്ടറിനെ സ്വാധീനിക്കും. അതുകൊണ്ട് അവിടുത്തെ ഒരു പരാജയപ്പെട്ട യുദ്ധമേ അല്ല LDFൻ്റെത്. LDF ക്യാൻ കം ബാക്ക്. 2 കാരണം, ഞാൻ ഈ പറഞ്ഞ ഒരു കാരണവും പിന്നീട് തദ്ദേശമല്ല നിയമസഭ എന്ന് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ പറഞ്ഞു വരുത്തുന്ന തിരുവനന്തപുരത്ത് നമുക്ക് കോൺഗ്രസ്സിന് കൊടുക്കാൻ പറ്റും, കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്ന് പറയാൻ ആത്മവിശ്വാസമുള്ള സീറ്റുകളിൽ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ KM മുരളീധരൻ വന്നാൽ ഒരു സാധ്യത വേണമെങ്കിൽ പറയാം. നേമത്ത് ഒരുപക്ഷെ BJP ആ സീറ്റ് പിടിച്ചാൽ 60-ൽ 1 സീറ്റ് LDF കുറയാം. കഴക്കൂട്ടം നേരത്തെ UDF പിടിച്ചിട്ടുണ്ട് പലതവണയായിട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഏതെങ്കിലും തിരുവനന്തപുരത്തെ സീറ്റുകൾ, കൊല്ലത്തെ സീറ്റുകൾ നോക്കിയാൽ, ആലപ്പുഴയിലെ സീറ്റുകൾ നോക്കിയാൽ അവിടുത്തെ 40 സീറ്റിൽ UDFന് അനുകൂലമായി ചിന്തിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ വളരെ കുറവാണ്. തിരുവനന്തപുരം, കൊല്ലവും ആലപ്പുഴയും നമ്മളിപ്പോൾ ശരിക്കും തെക്കൻ കേരളം എന്ന് പറയുന്നത് പത്തനംതിട്ട കൂടി ചേർത്തിട്ടുള്ളൊരു ബെൽറ്റിനെയാണ് പറയുന്നത്. അതിൽ നമ്മൾ ഈ പത്തനംതിട്ട വളരെ സോളിഡായിട്ട് നിൽക്കുകയാണ്. 5 സീറ്റേ ഉള്ളൂ സോളിഡായിട്ട്. ഇപ്പോൾ അവകാശപ്പെടുന്നത് പത്തനംതിട്ടയിൽ 5-ൽ 4 പിടിക്കുന്നത് മുഴുവൻ കൊടുക്കാം, 5ഉം കൊടുക്കാം. ഈ പറയുന്ന 34 സീറ്റ്, അതായത് തിരുവനന്തപുരത്തെ 14, കൊല്ലത്തെ 11, ഇവിടുത്തെ 9, 34 സീറ്റാണ്. ആ 34 സീറ്റിൽ നമ്മളിപ്പം 4 സീറ്റാണ് ഇപ്പോൾ അവർക്കുള്ളത്. 30 സീറ്റും ഹോൾഡ് ചെയ്യുന്നത്. അവിടെ ഒരു സ്യൂപ്പ് അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് ഇവർ പറയുന്നതിൻ്റെ കാരണം തദ്ദേശം. ഈ തദ്ദേശത്തിൽ ഞാൻ പറഞ്ഞ ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ ജില്ലാ പഞ്ചായത്തുകളിൽ കാണിച്ചിട്ടുള്ള വലിയ സ്വാധീനം LDF കാണിച്ചിട്ടുള്ളത്, അതിനെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് UDF മുഴുവൻ പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് 14-ൽ എത്ര സീറ്റ്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വലിയ ഫൈറ്റ് നടന്നിട്ട് വിൻസെൻ്റ് മാത്രമായിരിക്കണേ കോവളത്ത്. ബാക്കി മണ്ഡലങ്ങളിൽ ഇപ്പം മുരളീധരൻ വരെ, ഇവരുടെ ഏറ്റവും വലിയ പോപ്പുലർ ഫേസാണ് മുരളീധരൻ വരെ തോറ്റുപോയിട്ടുള്ളൊരു ജില്ലയാണിത്. അപ്പം പക്ഷെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേക ഫാക്ടർ നമ്മൾ മനസ്സിലാക്കണം. BJP ഈസ് വെരി സ്ട്രോങ് ആണ്. കാരണം അവർ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ആവറേജ് 14% പിടിച്ച ഇപ്രാവശ്യത്തെ തദ്ദേശത്തിൽ NDA പിടിച്ച സ്റ്റേറ്റിൻ്റെ ആവറേജിനേക്കാൾ കൂടുതലാണ് അവിടെ സീറ്റ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന നിയമം വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, കാട്ടാക്കുടം സീറ്റുകളൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കാം. നമ്മൾ ആർഗ്യുമെൻറ്റിന് വേണ്ടി അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള ഡിവിഷൻ എങ്ങനെയാണ്? അത് പോയാൽ നഷ്ടം LDFനായി. അതെ, LDFന് പോകുന്നു. മൊത്തത്തിൽ കുറഞ്ഞില്ലേ? കുറഞ്ഞു. 14 സീറ്റിൽ നിന്ന് രഞ്ജിത്ത് പറഞ്ഞ 5 സീറ്റ് മാറ്റിയാൽ പിന്നെ 9 ഉള്ളൂ. അതെ, ഈ 9 സീറ്റിൽ വേണമല്ലോ നമ്മൾ LDFും UDFും ഫൈറ്റ് ചെയ്യാൻ. 9ഉം UDFന് കിട്ടുമെന്നുണ്ട്. ഇനിയൊരു പ്രതീക്ഷ മധ്യ കേരളത്തിലാണല്ലോ. സ്വാഭാവികമായിട്ടും എറണാകുളം ക്രിസ്ത്യൻ വോട്ടുകൾ, കോട്ടയം ജില്ലയുണ്ട്, ഇടുക്കിയുണ്ട്. അതിൽ ഈ എറണാകുളം ജില്ലയിൽ മുഴുവൻ പിടിക്കുമെന്നുള്ളൊരു കണക്ക് UDF അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ,
കളമശ്ശേരി. ഇതാണ് LDF അവർ പിടിക്കുമെന്ന് പറയുന്ന സീറ്റുകൾ. ഈ 4 LDFന് കിട്ടുമോ, അല്ലെങ്കിൽ UDF പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഫുൾ സ്വീപ്പ് അവർക്ക് UDFന് സാധ്യതയുണ്ട്? അതായത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രബലമായിട്ട് UDF ഉള്ള ജില്ലയാണ് എറണാകുളം, യാതൊരു സംശയമില്ല. അവിടെ 14 സീറ്റിൽ 9ഉം 5ഉം ഇപ്പോഴത്തെ 9ഉം 5ഉമാണ്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ബേസിക് ആയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വലിയൊരു കൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ജില്ലയാണത്. ഏതാണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയാണ്. അല്ല, ആ പ്രതീക്ഷ ഉണ്ട്. അത് എറണാകുളം വെച്ചിട്ടാണ് പറയണത്. പക്ഷേ അതേ പ്രതീക്ഷ നിങ്ങൾ തിരുവനന്തപുരത്ത് അല്ല തൃശ്ശൂർ വരുമ്പോൾ നടപ്പാകുന്നില്ല. അതെന്താണ്? ഇപ്പം ഞാൻ പറയുന്നത് തൃശ്ശൂർ ടൗണ്, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, ആ ബെൽറ്റിൽ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, നിർണായകമാണ്. പക്ഷെ വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 100 വോട്ടിൻ്റെ ചുവടെയാണ് ഈ ചാലക്കുടിയിലെ ഒരു UDF സ്ഥാനം. ഈ തൃശ്ശൂർ ജില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ LDFനെ സംബന്ധിച്ച് ചെറിയൊരു ആശങ്കയുള്ള ജില്ല കൂടിയാണ്. കാരണം LDFന് ചില മണ്ഡലങ്ങളെങ്കിലും ആൻറ്റി ഇൻകംബൻസി ഉള്ള മണ്ഡലമാണ്. ഇപ്പോൾ മണലൂർ പോലുള്ള സ്ഥലങ്ങളിൽ അവർ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒല്ലൂരിനെ സംബന്ധിച്ച് സാറ് ഇപ്പോൾ രാജനാടവാടം MLA, ഒല്ലൂർ ആരാണോ MLA അവരാണ് 2011 ശേഷം സംസ്ഥാനം ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തൃശ്ശൂർ ഫാക്ടർ എങ്ങനെ വർക്ക് ചെയ്യും? തൃശ്ശൂരിലെ ഈഴവ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ശരിക്കും തൃശ്ശൂരിലെ ഈഴവ വോട്ടുകളുടെ കൗണ്ട് ആരും പരിഗണിച്ചിട്ടില്ല. അതായത് പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈഴവ വോട്ടുകളുള്ള ഒരു ജില്ലയാണ് ഇപ്പം. അവിടെ അതേ കൗണ്ടിൽ ഏതാണ്ട് 28% അടുത്ത് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, 18% മുസ്ലിം വോട്ടുകളുണ്ട്. അപ്പോൾ അതങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 45 ചുറ്റുവട്ടത്ത് ആ വോട്ടുകൾ വരും. പക്ഷേ ഇതിനെ കവർ ചെയ്യുന്ന ഏതാണ്ട് 60% ഈഴവ വോട്ടുകളുണ്ട് അവിടെ. നമ്മളൊരു വലിയൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി അംഗീകരിച്ചേ മതിയാവുള്ളൂ. കേരളത്തിലെ പ്രബല സമുദായം എന്നുള്ളതിലേക്ക് ഈഴവ വോട്ടുകൾ LDF